നമസ്കാരം. ഇന്നത്തെ 10 പ്രധാന വാർത്തകളിലേക്ക്. പൊതു തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ പ്രധാനമന്ത്രി ഋഷി സുനകിന് വീണ്ടും തിരിച്ചടി. റീഫോം UK പാർട്ടിയെ പിന്തുണച്ചതിന് ടെൽഫോർഡ് MP ലൂസി അല്ലനെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. ബ്രിട്ടനിൽ കഴിഞ്ഞ ഒരു ദശാബ്ദത്തിനിടെ സ്കിൻ ക്യാൻസർ വർദ്ധിച്ചത് 3 ഇരട്ടി പേർക്കെന്ന റിപ്പോർട്ട്. വെയിലുകായാൻ ഇഷ്ടപ്പെടുന്നവർ വരുന്ന സമ്മറിൽ മെലനോമ എന്ന ത്വക്ക് ക്യാൻസർ ബാധിക്കാതിരിക്കാൻ ആവശ്യമായ മുൻകരുതലുകൾ എടുക്കണമെന്ന് മുന്നറിയിപ്പ് നൽകി അധികൃതർ. നോർത്തേൺ അയർലൻഡ് വഴി അയർലൻഡിലേക്ക് കഴിഞ്ഞ 3 ദിവസത്തിനുള്ളിൽ അനധികൃതമായി പ്രവേശിച്ച 50 പേരെ തിരിച്ചയച്ച ഐറിഷ് പോലീസ് ഗാർഡ്. ശരിയായ വിസകളോ രേഖകളോ ഇല്ലാതെ രാജ്യത്ത് പ്രവേശിച്ചവരെയാണ് ഇമിഗ്രേഷൻ പോലീസിന്റെ നേതൃത്വത്തിൽ ഡൻഡാക് റെയിൽവേ സ്റ്റേഷൻ അടക്കം അതിർത്തികളിൽ നടന്ന ചെക്കിങ്ങിൽ പിടികൂടിയത്. വടക്കൻ പാപ്പുവ ന്യൂ ഗിനിയയിലുണ്ടായ മണ്ണിടിച്ചിലിൽ ജീവനോടെ മണ്ണിനടിയിലായത് 2000-ത്തിലധികം ആളുകളെന്ന് UN നൽകിയ റിപ്പോർട്ട്. വെള്ളിയാഴ്ചയാണ് പാപ്പുവ ന്യൂ ഗിനിയയിൽ രൂക്ഷമായ മണ്ണിടിച്ചിൽ ഉണ്ടായത്. റഫേലെ തമ്പുകളിലുണ്ടായ ആക്രമണം ദുരന്തപൂർണമായ പിഴവാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. കൂട്ടക്കൊലയിൽ ലോകമെമ്പാടും പ്രതിഷേധം ഉയർന്നതിന് പിന്നാലെയാണ് നെതന്യാഹുവിന്റെ പ്രതികരണം. പ്രകടന പത്രികയിൽ പാർട്ടികൾ നൽകുന്ന വാഗ്ദാനങ്ങൾ തെരഞ്ഞെടുപ്പ് നിയമപ്രകാരം അഴിമതി അല്ലെന്ന് സുപ്രീം കോടതി. കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ വിജയം ചോദ്യം ചെയ്ത് കർണാടക ചാമരാജപേട്ട നിയോജക മണ്ഡലത്തിലെ വോട്ടറുടെ ഹർജി തള്ളിയാണ് ജസ്റ്റിസുമാരായ സൂര്യകാന്ത്, KV വിശ്വനാഥൻ എന്നിവരടങ്ങിയ ബെഞ്ചിന്റെ നിരീക്ഷണം. ദില്ലി വിവേക് വിഹാറിലെ ആശുപത്രിയിൽ ഉണ്ടായ തീപിടുത്തത്തിന്റെ അടിസ്ഥാനത്തിൽ ദില്ലിയിലെ എല്ലാ ആശുപത്രികളിലും അഗ്നി സുരക്ഷാ പരിശോധന നടത്താൻ റിപ്പോർട്ട്. അടിയന്തര പരിശോധന നടത്തി ജൂൺ 8-നുള്ളിൽ റിപ്പോർട്ട് നൽകാനാണ് ആശുപത്രികൾക്കുള്ള ദില്ലി സർക്കാരിന്റെ നിർദ്ദേശം. കേരളത്തിൽ 3 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, CPM കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീം, കേരള കോൺഗ്രസ് M ചെയർമാൻ ജോസ് കെ മാണി എന്നിവരുടെ രാജ്യസഭയിലെ കാലാവധിയാണ് അവസാനിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ഉൾപ്പെട്ട മാസപ്പടി ആരോപണത്തിൽ സംസ്ഥാന പോലീസിന് കേസെടുക്കാമെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. 2 തവണ ഇക്കാര്യം കാട്ടി DGPക്ക് കത്ത് നൽകിയിരുന്നുവെന്നും വഞ്ചന, ഗൂഢാലോചന കുറ്റങ്ങൾ അടക്കം നിലനിൽക്കുമെന്നും ED വ്യക്തമാക്കി. IPLൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 8 വിക്കറ്റിന് കീഴടക്കി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് 3ാം കിരീടം നേടിയതിന് പിന്നാലെ സീസണിലെ പ്രകടനങ്ങളുടെ അടിസ്ഥാനത്തിൽ IPL 11 തിരഞ്ഞെടുത്ത പ്രമുഖ ക്രിക്കറ്റ് വെബ്സൈറ്റായ ക്രിക്ക് ഇൻഫോ രാജസ്ഥാൻ റോയൽസിനെ 3ാം സ്ഥാനത്തെത്തിച്ച മലയാളി താരം സഞ്ജു സാംസണെയാണ് IPL 11 നായകനും വിക്കറ്റ് കീപ്പറുമായി ക്രിക്ക് ഇൻഫോ തെരഞ്ഞെടുത്തത്. ഇതോടെ ഇന്നത്തെ 10 പ്രധാന വാർത്തകൾ ഇവിടെ പൂർണ്ണമാകും. കൂടുതൽ വാർത്തകൾക്കും വിശദ വിവരങ്ങൾക്കും ആനന്ദ് TV UK ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഒപ്പം ആനന്ദ് TV മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സൗജന്യമായി ആസ്വദിക്കും.